എനർജി എന്ന് പറയുന്നത് ടൈം ആൻഡ് സ്പേസ് ഇല്ല. ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന മക്കളുള്ള പാരന്റ്സ് അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ വരെ കൊടുക്കുന്നുണ്ട്. അവര് മാത്രമല്ല ഈ പീഡനങ്ങൾക്ക് ഇരയാവുന്നത് പുരുഷൻ എന്നുള്ള ഒരു ടാഗ് ലൈന് ഇവരിങ്ങനെ കൊണ്ട് നടക്കുക. പുരുഷന്മാര് കരയാൻ പാടില്ല. അവർക്ക് ഹീലിംഗ് എടുക്കുന്നത് പോലും എന്തോ ഒരു മഹാഭാവമായിട്ട് പോലും തോന്നുന്നുണ്ട്. നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവണം. ഇപ്പൊ സ്ത്രീകൾക്കാണ് നമ്മൾ ഇതെല്ലാം ലോസ് എല്ലാം സ്ത്രീകൾക്ക് ഇതായിട്ട് നിൽക്കുമ്പോഴും ഇവിടെ അനുഭവിക്കുന്ന മൊത്തം പുരുഷന്മാരാണെന്ന് വേണമെങ്കിൽ എനിക്ക് അത് കൂടുതലും അത് പറയാൻ പറ്റും. കാരണം നമ്മൾ എനർജി വൈസ് നോക്കുവാണെങ്കിൽ ഈ ജനറേഷണൽ ട്രോമ എന്ന് പറയും. ഓക്കെ, ഈ അമ്മയുടെ ഒരു ട്രോമ എന്ന് പറയുന്നത് അമ്മൂമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇവര് പുറത്ത് പറയുന്നില്ല, ഇവര് സപ്രസ് ചെയ്തുകൊണ്ട്. അതുകൊണ്ടാണ് പുരുഷന്മാർക്കാണ് അറ്റാക്ക് കൂടുതൽ. ഹലോ ശിവന, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ അതിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്ത് താമസിക്കുന്ന, അതായത് ഉദാഹരണം പറഞ്ഞാൽ കാനഡയിൽ താമസിക്കുന്നവർ, അമേരിക്കയിൽ താമസിക്കുന്നവർ, പിന്നെ അറബി രാജ്യങ്ങളിൽ താമസിക്കുന്നവർ, പിന്നെ ജർമ്മനിയിൽ താമസിക്കുന്നവർ, ഇംഗ്ലണ്ടിൽ താമസിക്കുന്നവർ, അങ്ങനെ എവിടെ താമസമുണ്ടോ അവിടെയൊക്കെ റിലേഷൻഷിപ്പ് പ്രശ്നമാണ്. പലരും വെളിയിൽ പറയുന്നില്ല, എന്നാൽ ചില കേസുകൾ നമ്മൾ അറിയുന്നുമുണ്ട്. ഇപ്പൊ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് വിദേശത്തുള്ള ആളുകൾ, അതെ അതെ. ഇപ്പൊ അവിടെ ശരിക്കും എനിക്ക് അവിടെ നിന്നൊക്കെയാണ് ക്ലയൻസ് കൂടുതലും ഉള്ളത് റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് വേണ്ടിയിട്ട്. ഒന്നാമത് പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും അതിനെ എനർജി ആയിട്ട് തന്നെ കണക്ട് ചെയ്യും. കാരണം അവർ ഇവിടെ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സോണിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കുടുംബം. അത് കഴിഞ്ഞിട്ട് ഇവർ പോകുന്നൊരു അടുത്തൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകുമ്പം അവിടുത്തെ ഒരു എനർജി, അവിടുത്തെ കാലാവസ്ഥയായിട്ട് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം പുതിയതായിട്ട് കല്യാണം കഴിച്ച് പോയവരൊക്കെ ആണെങ്കിൽ ഇവരുമായിട്ടും ഒരു എനർജി കണക്ഷൻ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. മറ്റൊരു രാജ്യം, മറ്റൊരു സ്ഥലം, മറ്റൊരു കാലാവസ്ഥ. അതെ അതെ. പിന്നെ അവരുടെ ട്രോമാസ് ഇതെല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേക്ക് ഒരു അവിയല് പരുവത്തിൽ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്കത് അവർ നമ്മളെ അടുത്ത് കണക്റ്റ് ആവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്കത് ഹീൽ ചെയ്ത് പുറത്തു വരാൻ പറ്റും. ഒരുപാട് നാളുകൾ കഴിയും തോറും ആ വൂണ്ട് ആഴത്തിലായിക്കൊണ്ടല്ലേ ഇരിക്കുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ തന്നെ നമുക്ക് ചെറിയ കാര്യങ്ങൾ കൊണ്ട് ലൈക്ക് ഒരു 11 ഡേയ്സിൻ്റെ ഹീലിങ്ങോ അവരിൽ അവയർനെസ് എത്തിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കതിനെ പെട്ടെന്ന് തന്നെ നമുക്കത് ഹീൽ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു 24 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അതെ അതെ, ഒരു ദിവസത്തെ വ്യത്യാസമാണ്. പല രാജ്യങ്ങളും ഇപ്പം ലണ്ടനിലായിരുന്നു അത്രയും മണിക്കൂർ വ്യത്യാസമുണ്ട്, UAE ആയിരുന്നാലും അത്രയും മണിക്കൂറുകൾ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത്തരം മണിക്കൂറുകൾ വ്യത്യാസമുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഒരു ഹീലിംഗ് പ്രോസസ്സ്? എനർജി എന്ന് പറയുന്നത് ടൈം ആൻഡ് സ്പേസ് ഇല്ല. പക്ഷെ എന്നാലും ഞാൻ കൂടുതലും ഇവരുടെ അടുത്ത് കണക്ട് ചെയ്യുന്നത് അവർ ഉറങ്ങുന്ന ടൈം പറയൂ എന്ന് പറയും. ആ ഹീലിംഗ് ഞാൻ ചെയ്യാൻ കൂടുതലും അങ്ങനെ ആയിരിക്കും. അവരുടെ ഒരു കൺവീനിയൻറ്റ് ടൈം, എൻ്റെ ഒരു കൺവീനിയൻറ്റ് ടൈം എടുത്തിട്ട് നമ്മൾ ആ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഹീല് ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയത്ത് അവർക്ക് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ടൈം ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം രണ്ട് കൂട്ടർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പിന്നെ അവർക്ക് ചെയ്യേണ്ട കുറച്ച് ഇന്നർ വർക്ക്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. സോ അങ്ങനെ രണ്ട് കൂട്ടരും അവരും അതിന് പ്രിപ്പയർ ആയി വന്ന്, കാരണം അവർ ചെയ്യുന്നത് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യമല്ലേ, ട്രാൻസ്ഫോർമേഷൻ അല്ലേ. അപ്പൊ മക്കളുടെ വിഷയങ്ങളുണ്ട്. അതെ അതെ, ഭാര്യ ഭർത്താക്കന്മാർ, അതെ അതെ, കല്യാണം കഴിഞ്ഞു പോയ അമ്മായി അച്ഛനും അമ്മായിയമ്മയും മരുമകളും. അതെ, ആദ്യമൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അവരെ എനർജി ആയിട്ട് കണക്ട് ചെയ്ത് വരാൻ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്കൊരു ഹെൽപ്പ് നമുക്ക് വേണം. ഇപ്പം നമ്മൾ പ്രീ മാരിറ്റൽ ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. കല്യാണത്തിന് മുന്നേ അവർക്ക് നമുക്ക് ഹീലിംഗ് എടുത്തിട്ട് കല്യാണത്തിലേക്ക് അത് വളരെ സക്സസ് ആണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ട്രോമാസ് ഉണ്ട്. കാരണം നമുക്ക് ഒരു ട്രോമാസ് ഇല്ലാത്ത ആരുമില്ല. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി അവർക്ക് ആ ഒരു ബോധവൽക്കരണം, ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണ് അല്ലേ, ഇത് വേറെ ഒരു മതങ്ങളും അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ റിലീജിയൻ വൈസ് ആയിട്ട് പറയുന്നതല്ല. പക്ഷെ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന മക്കളുള്ള പാരന്റ്സ് കാണുവാണെങ്കിൽ അതെ, അതൊരു നല്ല പ്രോസസ്സാണ് ആ കമ്മ്യൂണിറ്റി ചെയ്ത് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു പ്രീ മാരിറ്റൽ ഹീലിംഗ് വളരെ അത്യാവശ്യമാണ് ഒരു ഫാമിലി ലൈഫിലോട്ട് പോകുന്നതിന് മുമ്പ്. അപ്പോൾ അത് ബ്രൈഡും ഗ്രൂമും അത് എടുത്തതിന് ശേഷം അപ്പോൾ ഒരാളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പം രണ്ടുപേർക്കും പറയാം. അപ്പം എനിക്കിപ്പോൾ അങ്ങനെ കപ്പിൾസ് ഉണ്ട് ആക്ച്വലി. അപ്പം അവർക്ക് ഇപ്പം ഒരു മീഡിയേറ്റർ പോലെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് നിൽക്കുകയും ചെയ്യാം. കാരണം രണ്ടുപേർക്ക് നമ്മളായിട്ട് കൺവീനിയന്റ് ആണ്, കംഫർട്ട് ആണ് സംസാരിക്കാൻ. അപ്പം നമുക്കും അറിയാം എന്താണ് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ.
അപ്പം അത് മുന്നോട്ട് ഈ പ്രീമാരിറ്റൽ ഹീലിംഗ് പോലെ, നേരത്തെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്, ഇവിടെ പ്രീമാരിറ്റൽ ഹീലിംഗ്, ആ ഒരു ബോധവൽക്കരണത്തിലോട്ട് അവരെ എത്തിച്ചാൽ നന്നായിട്ട് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. മറ്റൊരു ചോദ്യം എനിക്ക് വന്നു. സാധാരണ സ്ത്രീകൾക്കാണ് കൂടുതൽ നിയമം, അതെ, ആനുകൂല്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അവരെ പൂർണ്ണ ബഹുമാനത്തോടു കൂടി തന്നെ അവരെ മാനിക്കേണ്ടതാണ്. അവർക്ക് എല്ലാ സപ്പോർട്ടും പുരുഷന്മാർ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഈ പുരുഷന്മാർ ഒരുപാട് പേര്, വിദേശത്തുള്ളവർ തന്നെ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അവർ മാത്രമല്ല ഈ പീഡനങ്ങൾക്ക് ഇരയാവുന്നത്, പുരുഷന്മാരും ആവുന്നത്. പല സ്റ്റേജുകളിലൂടെ അവർ പക്ഷെ അവർക്ക് ഒന്ന് തുറന്ന് പറയാനായിട്ടോ അവരുടെ ഒരു പൗരുഷം അനുവദിക്കുന്നില്ല. അതൊരു വാസ്തവമാണ്. തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തങ്ങളെ എങ്ങനെ കാണും എന്നുള്ളൊരു വിഷമം ഈ സമൂഹത്തിനോട് അയാൾ തലയുയർത്തി നടക്കേണ്ട പുരുഷൻ എന്നുള്ള ഒരു പട്ടം അദ്ദേഹത്തിന് കിട്ടിപ്പോയി. അപ്പോൾ ഈ പുരുഷന്മാർ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സ്ത്രീകളെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കാട്ടിൽ അവര് പല കുടുംബങ്ങളാവുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. ഭാര്യ ഭർത്താവിന് ഒരുപാട് ചുമതലകളുണ്ട്, പക്ഷെ അവന് ഇന്ന് ചിരിക്കാൻ സമയം കിട്ടില്ല, ഒന്ന് കരയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ട്രോമാസ് ഉള്ള ആളുകളിൽ ഉറപ്പായിട്ടും ഞാനിപ്പോൾ ഇത് പറഞ്ഞു വരുമ്പം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലും സ്ത്രീകളാണ് വിളിക്കുന്നത്. ഓക്കെ, അത് പറയുന്നത് ഫുള്ളും ഭർത്താവിൻ്റെ കുറ്റങ്ങളായിരിക്കും പറയുന്നത്. പക്ഷേ ഇവർ മനസ്സിലാവുന്നില്ല ഇവരുടെ ട്രോമാസ് കൊണ്ട് അവരനുഭവിക്കുന്ന പ്രോബ്ലംസ്. ഓക്കെ, ഒരു കുടുംബത്തിൻ്റെ ബ്രെഡ് വിന്നറാണ്. ഓക്കെ, അവർ പോയാൽ ഇപ്പം ഈക്വലി, ഞാൻ അങ്ങനെ പറയുന്നില്ല, ഈക്വലി ആയിരിക്കാം. പക്ഷെ എന്നാലും ഈ സ്ത്രീകളുടെ ട്രോമാസ് കൊണ്ട് ഈ പുരുഷന്മാർ അനുഭവിക്കുന്നത് ഇവർ പുറത്ത് പറയുന്നില്ല. ഇവർ സപ്രസ് ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് പുരുഷന്മാർക്കാണ് അറ്റാക്ക് കൂടുതൽ. ഇവർ പുറത്ത് ഇത് കാണിക്കുന്നില്ല. അപ്പം ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന പുരുഷൻ എന്നുള്ള ഒരു ടാഗ് ലൈന് ഇവരിങ്ങനെ കൊണ്ട് നടക്കുക. പുരുഷന്മാർ കരയാൻ പാടില്ല, അവർ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, എല്ലാം സഹിക്കണം, കണ്ണ് നിറഞ്ഞാൽ പെണ്ണായിപ്പോയി, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഒരു അമ്മമാരൊക്കെ വളർത്തിയ ആൺകുട്ടികളാണെങ്കിൽ കുറച്ചൊരു ഫെമിനൈൻ ഒരു ഇതുണ്ടാവും, മനസ്സിലാക്കാൻ പറ്റും, സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം തിരിച്ചു പറയും ഇതാണെങ്കിൽ അവളുടെ പാവാട ചരടയിലാണ് എന്നും പറയും. അപ്പം അത് പേടിച്ചിട്ട് ഇവർ എക്സ്പ്രസും ചെയ്യുന്നില്ല. ഇങ്ങനെ പോകുന്ന കുറേ പുരുഷന്മാരുണ്ട്. അവർക്ക് ഹീലിംഗ് എടുക്കുന്നത് പോലും എന്തോ ഒരു മഹാഭാവമായിട്ട് പോലും തോന്നുന്നുണ്ട്. അവർ വിളിക്കുമ്പോഴും അവർ ഇൻസെക്യൂർ ആണ്. ഇവർക്കിത് പറയാൻ പറ്റുന്നില്ല, ആരും അറിയല്ലേ, ഇവൻ്റെ സ്റ്റോറി പുറത്തു പോവല്ലേ. ഇത് നമ്മളിപ്പം ഇതൊന്നും ആരടുത്തും ആസ് എ ഹീലർ നമ്മൾ അതെ. പക്ഷെ എന്നാൽ ഇവർക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ്, ഇത് പുറത്തിറങ്ങിയാൽ എന്തോ സംഭവിക്കും, നമ്മൾ ഹീലിംഗ് എടുക്കാൻ വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പുരുഷന്മാർ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആ ഒരു അവയർനെസ്സിലോട്ട് ഇവർ വരണം. ഇവർ വന്ന് ബിക്കോസ് ഇതെല്ലാം ഇവരുടെ ട്രോമ അടിഞ്ഞു കിടക്കുന്നതാണ്. ഇതെല്ലാം ചെറുപ്പത്തിലേ കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ അവിടുന്ന് ഹീൽ ചെയ്യണം. അപ്പോൾ പുരുഷന്മാരും ഇതേ കണക്ക് ഹീലിങ്ങിൽ മുന്നോട്ട് വന്ന് അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവണം. അല്ലാതെ നമ്മളിപ്പം ഭാര്യ, ഫാമിലി, കുടുംബം എന്ന് മാത്രമല്ല, നിങ്ങളിവിടെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെല്ലാത്തിനും ഉള്ള ഇതുണ്ട്, പ്രിവിലേജ് ഉണ്ട്. നമ്മളിതിനെല്ലാത്തിനും നമ്മൾ അർഹരാണ്. സന്തോഷമായിട്ട് എക്സ്പ്രസ് ചെയ്യാനും, കരച്ചിൽ വരുമ്പോൾ ആ ഇമോഷൻസിനെ വെൻ്റ് ഔട്ട് ചെയ്യാനും ഒക്കെ അത് നിങ്ങൾ അതെ സ്വാതന്ത്ര്യം വേണം. ഇപ്പം സ്ത്രീകൾക്കാണ് നമ്മൾ ഇതെല്ലാം ലോസ് എല്ലാം സ്ത്രീകൾക്ക് ഇതായിട്ട് നിൽക്കുമ്പോഴും ഇവിടെ അനുഭവിക്കുന്നത് മൊത്തം പുരുഷന്മാരാണെന്ന് വേണമെങ്കിൽ എനിക്ക് അത് കൂടുതലും അത് പറയാൻ പറ്റും. കാരണം നമ്മൾ ലേഡീസ് വിളിച്ച് കേസസ് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇവരുടെ ഇൻസെക്യൂരിറ്റി, ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ, ട്രോമാസ് ഒക്കെ കൊണ്ട് ആ ഭർത്താവിനെ പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ചെറുപ്പത്തിൽ പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ ആബ്സെൻസ്, അച്ഛനെ വേണ്ട പോലെ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല. ഒരു കാര്യത്തിനും അച്ഛൻ്റെ ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കാം, പക്ഷെ മെൻ്റൽ സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ആക്ച്വലി എൻഡ് ചെയ്യുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇൻസെക്യൂരിറ്റി ആയിരിക്കും. അവർക്ക് അതേ കണക്ക് അവരെ നോക്കാൻ പറ്റാത്ത ഒരു സെക്യൂരിറ്റി കിട്ടുന്ന ഒരു ഫാമിലി ലൈഫ് ആയിരിക്കണം എന്നില്ല. അത് അവരുടെ ആ ട്രോമയാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പം നമ്മൾ അത് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം അതാണെങ്കിൽ നമുക്കിപ്പോൾ റിലേഷൻഷിപ്പ് ഹീലിങ്ങിൽ നമ്മൾ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്
നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള എന്താ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഭർത്താവും ഭാര്യയും തമ്മിൽ അടിയുണ്ടാവുന്നു. ഓക്കെ, അത് ഒരു ഫൈറ്റ് ആവുന്നു. അത് ചിലർ നമുക്കറിയാം ആ സമയത്ത് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ശാന്തരാവും. ഓക്കെ, അവർ കിടന്ന് എക്സ്പ്രസ് ചെയ്യുന്നെങ്കിൽ എക്സ്പ്രസ് ചെയ്യട്ടെ എന്ന് വെക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നിൽക്കാൻ പറ്റുന്നവർ ആക്ച്വലി മുന്നോട്ട് പോകും, അല്ലേ? മുന്നോട്ട് പോകും. പക്ഷെ അല്ലാത്തവർ രണ്ടുപേരും ഈഗോയിസ്റ്റിക് ആണെങ്കിൽ അത് അടിച്ച് പിരിയും. ഓക്കെ, ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ അവയർനെസ്സും കൊടുത്ത് ഇവർക്ക് ഹീലിങ്ങും കൊടുത്ത് കൗൺസിലിങ്ങും എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും അവർക്ക് സ്റ്റിൽ അങ്ങനെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ രണ്ടാവുന്നത് തന്നെ നല്ലത്. രണ്ടാവുന്നത് തന്നെ നല്ലത്. കാരണം കുഞ്ഞുങ്ങളാണ് ഇത് കാണുന്നത്, അവർക്കും നമ്മൾ ട്രോമ കൊടുക്കുക. ഇപ്പം നമ്മൾ എനർജി വൈസ് നോക്കുവാണെങ്കിൽ ഈ ജനറേഷണൽ ട്രോമ എന്ന് പറയും. ഓക്കെ, ഈ അമ്മയുടെ ഒരു ട്രോമ എന്ന് പറയുന്നത് അമ്മൂമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ നമ്മൾ ജനറേഷണൽ ട്രോമ ഇതിനകത്ത് കണക്ട് ചെയ്ത് വരും. ഇപ്പം അമ്മയ്ക്കൊരു ഫാമിലി ഇഷ്യൂ, ഒരു അമ്മയും അച്ഛനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മകൾക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് അമ്മൂമ്മയ്ക്കും വന്നിട്ടുണ്ടാകാം. ഈ DNA ഒക്കെ അതെ, അത് ഈ ഒരു ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, റിലേഷൻഷിപ്പ് ആണ്. അതെ, കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ എവിടെ ബ്രേക്ക് ചെയ്യണം, അതാണ് ഒരു പോയിന്റ്. ഇപ്പൊ നമ്മൾ പറയും 7 തലമുറ ഇങ്ങനെ അനുഭവിച്ചു വരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ല. അതെ, അതെ. അപ്പം ഇത് നമ്മൾ ഇതിനകത്ത് ഈ കുടുംബത്തിൽ ഒരാളുണ്ടാവും ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. ഓക്കെ, അയാൾ അത് അവിടെ അതിനെ ബ്രേക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇത് ഈ പാറ്റേൺ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് കൊണ്ടേയിരിക്കത്തേ ഉള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നു? അതായത് ഇപ്പം ഒരു അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും പ്രശ്നമുള്ളത്, അടുത്ത ജനറേഷനും അങ്ങനെ, അതിനും അടുത്ത ജനറേഷൻ അങ്ങനെ, അവർ ഒരു സെപ്പറേഷനെ പോലും ആഗ്രഹിക്കുന്നില്ല. ഇത് എൻ്റെ കർമ്മമാണ്, ഇതെനിക്ക് അനുഭവിച്ച് തന്നെ തീരണം എന്ന് പറഞ്ഞ് അവർ അത്രയും സ്ട്രഗ്ലിങ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല ആക്ച്വലി. നമുക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അതിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ നോക്കണം. പക്ഷെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുക. അങ്ങനെ സഫർ ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ എപ്പോഴും ഒരു സർവൈവൽ മോഡിൽ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് അവരുടെ ജീവിതവും നശിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ പാർട്ട്ണറിൻ്റെയും പോകുന്നുണ്ട്, മക്കളുടെയും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആകാനാണ് അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും മാക്സിമം നോക്കിയിട്ട് അത് സെപ്പറേറ്റ് തന്നെ ആകുക. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ തുടക്കം ഇട്ടത് അങ്ങനെയാണ്. അപ്പം അവിടെ ഒരുപാട് വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അവർക്ക് എന്ത് ചെയ്യാനും പറ്റും? ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കണക്ക് എനർജി ഹീലിംഗ് ചെയ്യാം. ഓക്കെ, പിന്നെ അവർക്ക് നമ്മൾ ഈ പറയുന്ന മാതിരി അവയർനെസ് കൊടുക്കും. ഓക്കെ, ഇപ്പം അവരുടെ സറൗണ്ടിങ്സിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ട്, ആ ഒരു എനർജി തലത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് പറഞ്ഞു മാറ്റാം. പക്ഷേ ഈ ട്രോമാസ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അവർ നടക്കുക. അപ്പോൾ അത് നമുക്ക് അവയർനെസ്സിലൂടെ, അത് ചിലപ്പോൾ ഒരു സെഷനിലൂടെ ഒന്നും നടക്കത്തില്ല, എന്നാലും ഒരു 5-6 സെഷൻസിലൂടെ അവർക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഇനി അതും നടക്കത്തില്ല എന്നുണ്ടെങ്കിൽ ചിലത് ഭയങ്കര ക്രോണിക് ആയി പോകും. അപ്പം അത് നമുക്ക് ഒരു ഡയറക്റ്റ് സെഷൻ, ബിക്കോസ് ഇതെങ്ങനെ ഈ ട്രോമാസിനെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യണം, റിലീസ് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻ്റ്ലി പറ്റുന്നത് നമ്മൾ മാക്സിമം നോക്കും, ഇല്ലെങ്കിൽ അവരെ ഡയറക്റ്റ്ലി നമ്മൾ കണക്ട് ചെയ്യും.